ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അങ്ങനെ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് സിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രേഡാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ്, സിലബസ്, സെലക്ഷൻ പ്രോസസ്സ്, സാലറി, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. കൂടാതെ എയർഫോഴ്സിലേക്ക് ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലുള്ള നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ മെയിൻ കണ്ടന്റിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഏജ് ലിമിറ്റ്. നമ്മളിപ്പോൾ ഏതിന് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഏജ് ലിമിറ്റ്. അതിന് നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? ഇതിന്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറക്കരുത്, എത്ര? 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും ഉണ്ട്. SC/ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 5 വർഷവും OBC പെട്ടവർക്ക് 3 വർഷവുമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് SC/ST-കാർക്ക് 5 വർഷം കിട്ടുമ്പോൾ 30 വയസ്സ് വരെയും OBC-കാർക്ക് 3 വർഷം കിട്ടുമ്പോൾ 28 വയസ്സ് വരെയും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ്. ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ് റിട്ടൺ എക്സാം. ഇതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സിലബസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ജനറൽ ഇന്റലിജൻസ്, റീസണിംഗ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ആണ് വരുന്നത് ടോട്ടൽ സാലറി. ദ സെലക്ടഡ് കാൻഡിഡേറ്റ് വിൽ ബി അപ്പോയിന്റഡ് അണ്ടർ പേ ലെവൽ 1 and 2. നിങ്ങളുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 18,000 രൂപ മുതൽ 63,200 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ഇവിടെ ഓഫ്ലൈൻ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ല ഇവിടെ നടക്കുന്നത്, ഓഫ്ലൈൻ ആണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 15 ജൂൺ ആണ്. ഓർത്ത് വെച്ചോണം, എന്നാണ് 15 ജൂൺ വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിന്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസ്. ഇതിനകത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകളാണ് LDC, ഹിന്ദി ടൈപ്പിസ്റ്റ്, സ്റ്റോർ കീപ്പർ, കുക്ക്, MTS, മെസ് സ്റ്റാഫ്, HKS, ലൗണ്ടറി മാൻ, വോൾക്കനൈസർ, കാർപ്പൻറ്റർ, പെയിന്റർ, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ. ഇത്രയും വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. LDC ഹിന്ദി ടൈപ്പിസ്റ്റിന് വേണ്ട യോഗ്യതയാണ് നിങ്ങൾ +2 പാസ് ആയിരിക്കണം. ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ് പെർ മിനിറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കണം. സ്റ്റോർ കീപ്പറിന് വേണ്ടുന്നതാണ് +2 പാസ് ആയിരിക്കണം. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് വേണം നിങ്ങൾക്ക് സ്റ്റോറിലും അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള. നെക്സ്റ്റ് ആണ് വരുന്നത് കുക്ക്. ഇതിന് നിങ്ങൾ 10ാം ക്ലാസ് പാസ് ആയിരിക്കണം. ഡിപ്ലോമ ഇൻ കാറ്ററിംഗ് ആൻഡ് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്താണ് MTS, മെക്സ് സ്റ്റാഫ്, HKS, ലൗണ്ടറി മാൻ, വോൾക്കനൈസർ. ഇതിനകത്ത് നിങ്ങൾ 10ാം ക്ലാസ് പാസ് ആയിരിക്കണം. റിലവന്റ് ട്രേഡ് എക്സ്പീരിയൻസ് ഡിസൈറബിൾ. അതായത് നിങ്ങൾ ഇതിനകത്ത് ഏത് ട്രേഡിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കാർപ്പൻറ്റർ ആൻഡ് പെയിന്റർ. ഇതിനകത്ത് നിങ്ങൾ 10ാം ക്ലാസ് പാസ് ആയിരിക്കണം. പിന്നെ ഇതിന്റെ ITI സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ. അതായത് നിങ്ങൾ അതും 10ാം ക്ലാസ് പാസ് ആയിരിക്കണം. വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസും വേണം. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾ. അതായത് 2 വർഷം നിങ്ങൾ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എയർഫോഴ്സിൽ ഏതൊക്കെ ട്രേഡിലേക്കാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. 2025 ഇന്ത്യൻ ആർമിയിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നമ്മുടെ അക്കാഡമിയിൽ അഗ്നിവീർ GD, അഗ്നിവീർ ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അതേപോലെ തന്നെ അക്കാഡമി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ക്ലാസ്സാണ് BSF HCM and ASIയുടെ ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ.